2024 അവസാന മാസങ്ങളിൽ ലോകശ്രദ്ധ യുക്രൈനിലെ യുദ്ധഭൂമിയിൽ നിന്നും മറ്റൊരു പോരാട്ടത്തിലേക്ക് തിരിഞ്ഞിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്. ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു അത്. കാരണം ആ വോട്ടെടുപ്പിന്റെ ഫലം തീരുമാനിക്കുന്നത് അമേരിക്കയുടെ ഭാവി മാത്രമല്ലായിരുന്നു, മറിച്ച് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ പരമ്പരാഗത യുദ്ധത്തിന്റെ ഗതിവിഗതികൾ കൂടിയായിരുന്നു. 2024 തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ യുക്രൈന് കോടിക്കണക്കിന് ഡോളർ വാരിക്കോരിക്കൊടുക്കുന്ന ബൈഡൻ ഭരണകൂടത്തിന്റെ നയങ്ങളെ ട്രംപ് പരസ്യമായി വിമർശിച്ചിരുന്നു. താൻ അധികാരത്തിൽ വന്നാൽ ഒറ്റ ദിവസം കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. അമേരിക്ക ധനസഹായം നിർത്തുന്നതോടെ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് ലോകരാജ്യങ്ങൾ പ്രത്യാശിച്ചു. ഇത് പുടിന് നൽകിയ ആവേശം ചെറുതായിരുന്നില്ല. മാത്രമല്ല, നാറ്റോ സഖ്യത്തിന്റെ നയങ്ങളോട് ട്രംപിന് മുൻപേ തന്നെ വിയോജിപ്പുകളുണ്ടായിരുന്നു. അമേരിക്കൻ നേതൃത്വത്തിലുള്ള നാറ്റോ സഖ്യം ദുർബലമായാൽ യൂറോപ്പിൽ റഷ്യയുടെ അപ്രമാദിത്വം വീണ്ടെടുക്കാമെന്ന് പുടിനും വിശ്വസിച്ചു. അതോടെ അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ റഷ്യൻ ഇന്റലിജൻസ് ഏജൻസികളും സൈബർ സേനയും വീണ്ടും സജീവമായി. നിർമ്മിത ബുദ്ധിയുടെയും വ്യാജ വാർത്തകളുടെയും സഹായത്തോടെ അമേരിക്കൻ ജനതയെ പരസ്പരം ഭിന്നിപ്പിക്കാനുള്ള സൈബർ യുദ്ധം റഷ്യൻ ഹാക്കർമാർ അണിയറയിൽ കൊഴുപ്പിച്ചു. ഈ സൈബർ യുദ്ധങ്ങൾക്കും ട്രംപിന്റെ രാഷ്ട്രീയ ചാണക്യതന്ത്രങ്ങൾക്കുമൊടുവിൽ ലോകം കാത്തിരുന്ന ആ ജനവിധി പുറത്തുവന്നു. ഡൊണാൾഡ് ട്രംപ് വീണ്ടും അമേരിക്കൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടതോടെ പാശ്ചാത്യ സഖ്യങ്ങളിൽ വലിയ വിള്ളലുകൾ വീണു തുടങ്ങി. പ്രസിഡന്റായി അധികാരമേറ്റയുടൻ താനൊരു അൾട്ടിമേറ്റ് ഡീൽ മേക്കറാണെന്ന് ലോകത്തിനു മുന്നിൽ തെളിയിക്കാനാണ് ഡൊണാൾഡ് ട്രംപ് ശ്രമിച്ചത്. 2025 ഫെബ്രുവരിയിൽ ട്രംപും പുടിനും തമ്മിൽ നടത്തിയ ഫോൺ സംഭാഷണം ലോകത്തെ ഞെട്ടിച്ചു. യുദ്ധം അവസാനിപ്പിക്കുമെന്ന തന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം പാലിക്കാൻ ട്രംപ് പുടിന്മേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തി. നിലവിൽ ഇരു സൈന്യങ്ങളും നിൽക്കുന്ന അതിർത്തി രേഖയിൽ വച്ച് യുദ്ധം തൽക്കാലം നിർത്തിവെക്കാനും തുടർന്ന് ഔദ്യോഗിക സമാധാന ചർച്ചകളിലേക്ക് കടക്കാനും ട്രംപ് ആവശ്യപ്പെട്ടു. റഷ്യ നിലവിൽ പിടിച്ചടക്കി വച്ചിരിക്കുന്ന യുക്രൈൻ പ്രദേശങ്ങളുടെ വലിയൊരു ഭാഗം തൽക്കാലം റഷ്യയുടെ നിയന്ത്രണത്തിൽ തന്നെ തുടരാൻ അനുവദിക്കാമെന്ന സൂചന ട്രംപ് നൽകി. പകരം യുക്രൈന്റെ അവശേഷിക്കുന്ന ഭാഗങ്ങളുടെ പരമാധികാരം റഷ്യ അംഗീകരിക്കണമെന്നതായിരുന്നു ട്രംപിന്റെ വ്യവസ്ഥ. റഷ്യ സമാധാന കരാറിന് തയ്യാറാവുകയാണെങ്കിൽ അവർക്കുമേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന സാമ്പത്തിക എണ്ണ ഉപരോധങ്ങൾ ഘട്ടം ഘട്ടമായി പിൻവലിക്കാൻ അമേരിക്ക മുൻകൈയെടുക്കാമെന്ന വലിയ വാഗ്ദാനവും ട്രംപ് മുന്നോട്ട് വച്ചു. ട്രംപിന്റെ നിർദ്ദേശങ്ങൾ പുടിൻ ശ്രദ്ധയോടെ കേട്ടുവെങ്കിലും യുക്രൈൻ പൂർണ്ണമായും നിഷ്പക്ഷമാകണമെന്നും തങ്ങൾ ഔദ്യോഗികമായി കൂട്ടിച്ചേർത്ത 4 പ്രവിശ്യകളിൽ നിന്ന് യുക്രൈൻ സൈന്യത്തെ പൂർണ്ണമായും പിൻവലിക്കണമെന്നുമുള്ള കടുത്ത നിലപാടുകളിൽ പുടിൻ ഉറച്ചുനിന്നു. ട്രംപിന്റെ നയതന്ത്ര നീക്കങ്ങളെ ഒരു ദൗർബല്യമായി കണ്ട പുടിൻ സമാധാന ചർച്ചകൾക്ക് പച്ചക്കൊടി കാണിക്കുമ്പോഴും യുക്രൈന് മേലുള്ള ആക്രമണങ്ങൾ കൂടുതൽ ശക്തമാക്കുകയാണ് ചെയ്തത്. ട്രംപിന്റെ കണക്കുകൂട്ടലുകൾ പാടെ തെറ്റി. പുടിൻ പെട്ടെന്നൊരു സമാധാന കരാറിന് വഴങ്ങുമെന്നും തനിക്ക് വലിയൊരു അന്താരാഷ്ട്ര വിജയം ലഭിക്കുമെന്നും സ്വപ്നം കണ്ട ട്രംപിന് അത് കനത്ത തിരിച്ചടിയായി. യുദ്ധഭൂമിയിൽ റഷ്യയെ തളർത്താൻ പരമ്പരാഗത ഉപരോധങ്ങൾ മാത്രം പോരെന്ന് ട്രംപ് ഭരണകൂടം തിരിച്ചറിഞ്ഞു. റഷ്യൻ എണ്ണയെ പൂർണ്ണമായും ആഗോള വിപണിയിൽ നിന്ന് തുടച്ചു നീക്കുക എന്നതായിരുന്നു ട്രംപിന്റെ അടുത്ത ലക്ഷ്യം. അതിനായി അദ്ദേഹം മുൻപെങ്ങുമില്ലാത്ത വിധം കടുത്തൊരു സാമ്പത്തിക ആയുധം പുറത്തെടുത്തു: പ്രതികാര ചുങ്കങ്ങൾ. മുൻപ് റഷ്യൻ എണ്ണ വാങ്ങരുതെന്ന് അമേരിക്ക അഭ്യർത്ഥിക്കുക മാത്രമായിരുന്നെങ്കിൽ ഇത്തവണ ട്രംപ് ലോകരാജ്യങ്ങൾക്ക് കടുത്ത മുന്നറിയിപ്പ് നൽകി. ഇന്ത്യയും ചൈനയും ഉൾപ്പെടെയുള്ള ഏഷ്യൻ വൻശക്തികൾ
റഷ്യയിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങുന്നത് തുടർന്നാൽ ആ രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കുമേലും കടുത്ത പ്രതികാര ചുങ്കം ഏർപ്പെടുത്തുമെന്നായിരുന്നു ട്രംപിന്റെ ഭീഷണി. അമേരിക്കയുടെ ഈ നീക്കം ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് വലിയൊരു തിരിച്ചടിയായി മാറി. അമേരിക്കയെ പിണക്കിക്കൊണ്ട് റഷ്യൻ എണ്ണ വാങ്ങുന്നത് തുടർന്നാൽ അത് സ്വന്തം സമ്പദ്വ്യവസ്ഥയെ തകിടം മറിക്കുമെന്ന് ലോകരാജ്യങ്ങൾ ഭയന്നു. കൂടാതെ റഷ്യൻ എണ്ണയുമായി വരുന്ന കപ്പലുകൾക്ക് അന്താരാഷ്ട്ര ബാങ്കുകൾ വഴി പണമിടപാടുകൾ നടത്തുന്നതിനും അമേരിക്ക കടുത്ത നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു. ഡോളർ വിപണിയിൽ നിന്ന് പുറത്താക്കപ്പെടുമെന്ന ഭീതി വന്നതോടെ ഇന്ത്യയിലെ പല പൊതുമേഖലാ എണ്ണ കമ്പനികൾക്കും റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വന്നു. പക്ഷേ അമേരിക്ക എത്രയൊക്കെ വരിഞ്ഞുമുറുക്കാൻ നോക്കിയിട്ടും സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും പുതിയ സാമ്പത്തിക പാതയിലൂടെ റഷ്യൻ എണ്ണ ലോകവിപണിയിലേക്ക് ഒഴുകിക്കൊണ്ടേയിരുന്നു. ട്രംപ് മുന്നോട്ടുവച്ച സാമ്പത്തിക ഉപരോധങ്ങളെ വെട്ടിച്ചു മുന്നേറുന്ന പുടിന്റെ നീക്കം പാശ്ചാത്യ ലോകത്തെ അക്ഷരാർത്ഥത്തിൽ നിസ്സഹായരാക്കി കളഞ്ഞു. ഇത്തരത്തിൽ ആഗോള ഭൗമരാഷ്ട്രീയത്തിന്റെ ചതുരംഗക്കളത്തിൽ അമേരിക്കൻ ഭരണകൂടത്തോട് പുടിൻ നേർക്കുനേർ പോരാടുമ്പോഴും അദ്ദേഹത്തിന്റെ വ്യക്തിജീവിതം കനത്ത രഹസ്യങ്ങളുടെ വലിയൊരു ഇരുമ്പ് മറയ്ക്കുള്ളിലായിരുന്നു. തന്റെ വിശ്വസ്തനായിരുന്ന യെവ്ഗനി പ്രിഗോഷിന്റെ വഞ്ചനയും മരണവും പുടിനെ വ്യക്തിപരമായി കൂടുതൽ ജാഗരൂകനാക്കി മാറ്റിയിരുന്നു. ക്രെംലിനിലെ കൊട്ടാരത്തിനുള്ളിൽ പോലും വിരലിലെണ്ണാവുന്ന വിശ്വസ്തർ മാത്രമാണ് ഈ കാലയളവിൽ അദ്ദേഹത്തിന് ചുറ്റുമുണ്ടായിരുന്നത്. തന്റെ വ്യക്തിജീവിതത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ചോരാതിരിക്കാൻ മുൻ KGB ചാരൻ കൂടിയായ പുടിൻ തന്റെ ജീവിതത്തിൽ അതീവ രഹസ്യാത്മകത പുലർത്തിപ്പോന്നു. പ്രായം 70കളുടെ മധ്യത്തിലേക്ക് കടക്കുമ്പോഴും ശാരീരികക്ഷമതയും അസാമാന്യമായ ആരോഗ്യവും ലോകത്തിനു മുന്നിൽ പ്രദർശിപ്പിക്കാൻ പുടിൻ പ്രത്യേകം ശ്രദ്ധിച്ചു. സൈബീരിയൻ കാടുകളിലെ വേട്ടയാടലുകളും അതിശൈത്യത്തിൽ ഐസ് വെള്ളത്തിലുള്ള സ്നാനവും വഴി താൻ ശാരീരികമായി ഇപ്പോഴും അജയ്യനാണെന്ന് സ്വന്തം ജനതയ്ക്ക് മുന്നിൽ അദ്ദേഹം വീണ്ടും വീണ്ടും തെളിയിച്ചു. റഷ്യൻ ഓർത്തഡോക്സ് ചർച്ചിനോടും പരമ്പരാഗത മതവിശ്വാസങ്ങളോടും കൂടുതൽ അടുത്ത പുടിൻ പാശ്ചാത്യരുടെ ലിബറൽ സംസ്കാരത്തിന് വിപരീതമായി റഷ്യൻ പാരമ്പര്യങ്ങളുടെയും കുടുംബ മൂല്യങ്ങളുടെയും വലിയൊരു കാവലാളായി സ്വയം പ്രതിഷ്ഠിച്ചു കഴിഞ്ഞിരുന്നു. തന്റെ സാമ്രാജ്യത്തിന്റെ ഭാവി സുരക്ഷിതമാക്കാൻ റഷ്യൻ യുവത്വത്തിൽ കടുത്ത ദേശീയബോധം കുത്തിവെക്കുന്ന പുതിയ വിദ്യാഭ്യാസ നയങ്ങൾക്കും അദ്ദേഹം ഈ കാലഘട്ടത്തിൽ തുടക്കം കുറിച്ചു. പാശ്ചാത്യ ഉപരോധങ്ങളും വിലക്കയറ്റവും സാധാരണക്കാരുടെ ജീവിതം ദുസ്സഹമാക്കിയപ്പോൾ അമേരിക്കയും നാറ്റോയുമാണ് ഈ ദുരിതങ്ങൾക്ക് കാരണമെന്ന് റഷ്യൻ ജനതയെ വിശ്വസിപ്പിക്കുന്നതിൽ പുടിനും സർക്കാർ നിയന്ത്രിത മാധ്യമങ്ങളും പൂർണ്ണമായി വിജയിച്ചു. പുറത്തുനിന്നുള്ള ഈ ഭീഷണികൾ റഷ്യൻ ജനതയെ പുടിനെതിരാക്കുന്നതിനു പകരം കൂടുതൽ ദേശീയബോധത്തോടെ അദ്ദേഹത്തിന് പിന്നിൽ അണിനിരക്കാനാണ് പ്രേരിപ്പിച്ചത്. അതേസമയം യുദ്ധഭൂമിയിൽ മനുഷ്യർക്ക് പകരം നിർമ്മിത ബുദ്ധി നിയന്ത്രിക്കുന്ന ഡ്രോൺ കൂട്ടങ്ങളെയും റോബോട്ടിക് ടാങ്കുകളെയും റഷ്യൻ സൈന്യം വിജയകരമായി പരീക്ഷിച്ചുകൊണ്ടിരുന്നു. സാമ്പത്തികമായി തകരുമെന്ന് പാശ്ചാത്യർ പ്രവചിച്ച റഷ്യ തദ്ദേശീയമായ സാങ്കേതിക മുന്നേറ്റങ്ങളിലൂടെ കുതിച്ചുയരുന്ന കാഴ്ചയാണ് ലോകം കണ്ടത്. കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളായി ലോകം കണ്ട യുദ്ധങ്ങൾ ഭൂരിഭാഗവും ഒരു വൻ ശക്തിയും തീവ്രവാദ ഗ്രൂപ്പുകളും തമ്മിലുള്ള ഗറില്ല പോരാട്ടങ്ങളായിരുന്നു. എന്നാൽ യുക്രൈൻ യുദ്ധം അങ്ങനെയല്ല. 2 പരമാധികാര രാജ്യങ്ങളുടെ ഔദ്യോഗിക സൈന്യങ്ങൾ അത്യാധുനിക ടാങ്കുകളും ലക്ഷക്കണക്കിന് പീരങ്കികളും യുദ്ധവിമാനങ്ങളും ഉപയോഗിച്ച് അതിർത്തികൾ നിശ്ചയിക്കാൻ നടത്തുന്ന പൂർണ്ണ തോതിലുള്ള യുദ്ധമാണത്. വെടിയുണ്ടകൾക്കപ്പുറം സാമ്പത്തിക ഉപരോധങ്ങളും ഊർജ കറൻസി പോരാട്ടങ്ങളും വഴി ആഗോള സമ്പദ്വ്യവസ്ഥയെ മൊത്തത്തിൽ പിടിച്ചുകുലുക്കിയ ഒരു സാമ്പത്തിക യുദ്ധം കൂടിയാണിത്. അലാസ്ക, റൊമേനിയ, ഓസ്ട്രിയ, സ്ലോവാക്യ, ഫുക്കറ്റ് 5 രാജ്യങ്ങളിൽ നിന്നുള്ള അപൂർവ സുന്ദരമായ അനേകം കാഴ്ചകൾ
ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995444222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ വലിയ മുന്നേറ്റങ്ങൾ അവകാശപ്പെടുമ്പോഴും യുദ്ധകാലയളവിൽ റഷ്യയ്ക്കും പുടിനും ആഭ്യന്തരമായും അന്താരാഷ്ട്ര തലത്തിലും കടുത്ത ചില തിരിച്ചടികളും ആഘാതങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് റഷ്യയിലുണ്ടായ കനത്ത മനുഷ്യ വിഭവശേഷിയുടെ ചോർച്ചയാണ്. യുദ്ധം തുടങ്ങിയതു മുതൽ നിർബന്ധിത സൈനിക സേവനത്തിൽ നിന്നും സാമ്പത്തിക തകർച്ചയിൽ നിന്നും രക്ഷപ്പെടാനായി റഷ്യയിലെ ലക്ഷക്കണക്കിന് വരുന്ന IT വിദഗ്ധരും ശാസ്ത്രജ്ഞരും യുവ പ്രൊഫഷണലുകളും രാജ്യം വിട്ട് യൂറോപ്പിലേക്കും പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലേക്കും പലായനം ചെയ്തു. ഇത് റഷ്യയുടെ ഭാവി സാങ്കേതിക വികസനത്തിന് ഏൽപ്പിച്ച ആഘാതം ചെറുതായിരുന്നില്ല. കൂടാതെ ചൈനയുമായുള്ള സാമ്പത്തിക സൈനിക സഖ്യം ശക്തമാക്കിയപ്പോൾ റഷ്യ ആഗോളതലത്തിൽ ചൈനയുടെ ഒരു ജൂനിയർ പാർട്ണറായി ഒതുങ്ങിപ്പോകുന്നുവോ എന്ന കടുത്ത ആശങ്കയും റഷ്യൻ രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിൽ ഉയർന്നുവന്നു. പാശ്ചാത്യ വിപണികൾ പൂർണ്ണമായും അടഞ്ഞതോടെ യൂറോപ്പിലേക്ക് എണ്ണയും വാതകവും നൽകിയിരുന്ന വൻകിട പൈപ്പ് ലൈൻ ശൃംഖലകൾ പലതും നിശ്ചലമായി മാറിയത് റഷ്യയ്ക്ക് വലിയ വരുമാന നഷ്ടമുണ്ടാക്കി. കരിഞ്ചന്തയിലൂടെയും നിഴൽ കപ്പലുകളിലൂടെയും എണ്ണ വിൽക്കാൻ കഴിഞ്ഞെങ്കിലും അന്താരാഷ്ട്ര വിപണി വിലയേക്കാൾ വലിയ ഡിസ്കൗണ്ടിൽ എണ്ണ കച്ചവടം ചെയ്യേണ്ടി വന്നത് റഷ്യൻ ഖജനാവിന് കനത്ത തിരിച്ചടിയായി. കൂടാതെ ആഭ്യന്തര വിപണിയിൽ കുതിച്ചുയർന്ന പണപ്പെരുപ്പവും റൂബിളിന്റെ മൂല്യത്തകർച്ചയും കാരണം സാധാരണ റഷ്യക്കാരുടെ ജീവിത ചെലവ് ക്രമാതീതമായി വർദ്ധിച്ചു. യുദ്ധമുഖത്ത് ലക്ഷക്കണക്കിന് റഷ്യൻ യുവാക്കൾക്ക് ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നതും വലിയൊരു സാമൂഹിക പ്രതിസന്ധിയായി റഷ്യയ്ക്കുള്ളിൽ പുകഞ്ഞുകൊണ്ടിരുന്നു. ഇത്രയേറെ ആഭ്യന്തര പ്രതിസന്ധികളും സാമ്പത്തിക ചോർച്ചകളും ഉണ്ടായിട്ടും ഈ ഉപരോധങ്ങൾ റഷ്യയെ പൂർണ്ണമായി തകർക്കുമെന്ന് പ്രവചിച്ച IMF, വേൾഡ് ബാങ്ക് തുടങ്ങിയ പാശ്ചാത്യ സാമ്പത്തിക സ്ഥാപനങ്ങളെപ്പോലും ഞെട്ടിക്കുന്ന കാഴ്ചയാണ് 2025-ലും 2026-ന്റെ തുടക്കത്തിലും ലോകം കണ്ടത്. പ്രതിസന്ധികൾക്ക് മുന്നിൽ മുട്ടുമടക്കുന്നതിന് പകരം റഷ്യ ഒരു യുദ്ധാധിഷ്ഠിത സമ്പദ്വ്യവസ്ഥയായി അതിവേഗം രൂപാന്തരം പ്രാപിച്ചു. രാജ്യത്തെ പ്രതിരോധ ഫാക്ടറികൾ 24 മണിക്കൂറും വിശ്രമമില്ലാതെ പ്രവർത്തിച്ചു. ഒരു വശത്ത് സാധാരണ ജനങ്ങൾ സാമ്പത്തികമായി ബുദ്ധിമുട്ടുമ്പോഴും മറുവശത്ത് യുദ്ധമുഖത്തേക്ക് ആവശ്യമായ പീരങ്കികളും ടാങ്കുകളും ഡ്രോണുകളും റെക്കോർഡ് വേഗത്തിൽ അവിടെ നിർമ്മിക്കപ്പെട്ടു. 2025-ലും 2026-ന്റെ തുടക്കത്തിലും ആഗോള രാഷ്ട്രീയത്തിന്റെ ചതുരംഗക്കളത്തിൽ റഷ്യ തങ്ങളുടെ നയതന്ത്ര സ്വാധീനം കൂടുതൽ ആധികാരികമായി ഉറപ്പിച്ചു. പാശ്ചാത്യ ഉപരോധങ്ങളുടെ കടുത്ത സമ്മർദ്ദങ്ങൾക്കിടയിലും പശ്ചിമേഷ്യ, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക എന്നീ മേഖലകളിലെ വികസ്വര രാജ്യങ്ങളുമായി പുതിയ സൈനിക വ്യാപാര കരാറുകളിൽ ഒപ്പുവയ്ക്കാൻ പുടിന് കഴിഞ്ഞു. അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഏകധ്രുവ ലോകക്രമത്തെ പരസ്യമായി വെല്ലുവിളിച്ചുകൊണ്ട് ചൈനയും ഇന്ത്യയും ഉൾപ്പെടുന്ന ബ്രിക്സ് രാജ്യങ്ങളുടെ പിൻബലത്തിൽ പുതിയൊരു ബഹുധ്രുവ ലോകക്രമത്തിന് പുടിൻ അടിത്തറ പാകി. സാമ്പത്തിക രംഗത്ത് പാശ്ചാത്യ ബാങ്കിംഗ് ശൃംഖലയായ സ്വിഫ്റ്റിന് ബദലായി റഷ്യ വികസിപ്പിച്ച SPFS ചൈനീസ് സംവിധാനങ്ങളുമായി ചേർന്ന് ആഗോളതലത്തിൽ ഡോളറിന്റെ കുത്തകയ്ക്ക് കനത്ത വെല്ലുവിളി ഉയർത്തി. അന്താരാഷ്ട്ര തലത്തിൽ റഷ്യൻ കേന്ദ്ര ബാങ്കിന്റെ ആസ്തികൾ മരവിപ്പിച്ച പാശ്ചാത്യ നടപടിയെ സ്വർണശേഖരം റെക്കോർഡ് നിരക്കിൽ വർദ്ധിപ്പിച്ചുകൊണ്ടും ഡിജിറ്റൽ റൂബിൾ വ്യാപകമാക്കിക്കൊണ്ടുമാണ് പുടിൻ നേരിട്ടത്. ഒടുവിൽ ആ നയതന്ത്ര ചതുരംഗക്കളി കൂടുതൽ വഷളായതോടെ ഡൊണാൾഡ് ട്രംപ് തന്റെ അവസാന അടവ് പുറത്തെടുത്തു. അദ്ദേഹം റഷ്യയ്ക്കും യുക്രൈനും നേരെ കടുത്ത അന്ത്യശാസനം നൽകി. 2026 ജൂൺ മാസത്തിനുള്ളിൽ നിങ്ങൾ ഈ യുദ്ധം അവസാനിപ്പിച്ച ഒരു കരാറിൽ എത്തിയിരിക്കണം. പക്ഷേ തനിക്ക് വലുത് റഷ്യൻ സാമ്രാജ്യത്തിന്റെ വിപുലീകരണമാണെന്ന് വ്ളാഡിമിർ പുടിൻ
അമേരിക്കൻ പ്രസിഡന്റിന് സംശയലേശമന്യേ കാണിച്ചു കൊടുക്കുന്ന കാഴ്ചയാണ് പിന്നീട് ലോകം കണ്ടത്. 2026 പകുതിയിലെത്തി നിൽക്കുമ്പോൾ യുക്രൈൻ യുദ്ധഭൂമി മറ്റൊരു ചരിത്രത്തിലേക്ക് വഴിമാറുകയാണ്. മാസങ്ങൾ നീണ്ട പോരാട്ടങ്ങൾക്കൊടുവിൽ യുക്രൈന്റെ കിഴക്കൻ പ്രവിശ്യകളുടെ വലിയൊരു ഭാഗം റഷ്യ പൂർണ്ണമായും തങ്ങളുടെ അതിർത്തിക്കുള്ളിലാക്കി കഴിഞ്ഞു. പാശ്ചാത്യ ആയുധങ്ങളുടെ പിൻബലത്തിൽ യുക്രൈൻ പോരാട്ടം തുടരുന്നുണ്ടെങ്കിലും 4 വർഷമായി നീളുന്ന യുദ്ധം പാശ്ചാത്യ രാജ്യങ്ങളെ ശരിക്കും തളർത്തിയിട്ടുണ്ട്. യുക്രൈൻ ഇനിയും ആയുധങ്ങളും പണവും നൽകുന്നതിനെതിരെ യൂറോപ്പിലും അമേരിക്കയിലും ജനകീയ പ്രതിഷേധങ്ങൾ ശക്തമായി കൊണ്ടിരിക്കുന്നു. ലോകരാജ്യങ്ങൾക്കിടയിൽ റഷ്യയെ ഒറ്റപ്പെടുത്താനുള്ള അമേരിക്കയുടെ ശ്രമങ്ങൾ പൂർണ്ണമായും പരാജയപ്പെട്ടു. ലോക ജനസംഖ്യയുടെ പകുതിയിലധികവും പ്രതിനിധീകരിക്കുന്ന ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങൾക്കിടയിൽ അമേരിക്കൻ സാമ്രാജ്യത്വത്തിനെതിരെ പോരാടുന്ന ഒരു നായകനായി വ്ളാഡിമിർ പുടിൻ മാറിക്കഴിഞ്ഞു. ലോകമിന്ന് 2ആയി വിഭജിക്കപ്പെട്ടിരിക്കുന്നു. അമേരിക്കയും നാറ്റോയും ഒരു വശത്ത്, റഷ്യയും ചൈനയും അവർ നേതൃത്വം നൽകുന്ന ബ്രിക്സ് രാജ്യങ്ങളും മറുവശത്ത്. ഡോളറിന്റെ അപ്രമാദിത്വം ചോദ്യം ചെയ്യപ്പെടുകയും അമേരിക്കൻ ലോക പോലീസ് ചമയലുകൾക്ക് കനത്ത തിരിച്ചടി ലഭിക്കുകയും ചെയ്തു. ഈ ചരിത്രപരമായ മാറ്റത്തിന്റെ എല്ലാം കേന്ദ്രബിന്ദു ക്രെംലിനിലെ ആ പഴയ KGB ഉദ്യോഗസ്ഥനായിരുന്നു. 1999 ഡിസംബർ 31 ആ അർദ്ധരാത്രിയിൽ ബോറിസ് യെൽസിൻ എന്ന അവശനായ പ്രസിഡന്റ് അധികാരം കൈമാറുമ്പോൾ ലോകം കണ്ടത് സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം ബാക്കി വന്ന മെലിഞ്ഞ റഷ്യ എന്ന രാജ്യത്തെയും അധികം ശ്രദ്ധിക്കപ്പെടാത്ത പുടിൻ എന്ന നേതാവിനെയുമായിരുന്നു. എന്നാൽ ചെച്നിയൻ യുദ്ധത്തിൽ തുടങ്ങി രാജ്യത്തിന്റെ സമ്പത്ത് കാർന്നു തിന്നുന്ന ഒളിഗാർക്കുകളെ ഒതുക്കി റഷ്യൻ മാഫിയകളെ ചൊൽപ്പടിക്ക് നിർത്തി പാശ്ചാത്യ സാമ്രാജ്യത്വത്തിന്റെ കണ്ണിലെ കരടായി അയാൾ വളർന്നു. 6 അമേരിക്കൻ പ്രസിഡന്റുമാരുടെ വരവും പോക്കും അയാൾ ക്രെംലിനിലെ തന്റെ ജനാലയിലൂടെ നോക്കിക്കണ്ടു. ജോർജ് ബുഷും ഒബാമയും മുതൽ ട്രംപും ബൈഡനും വരെ പുടിനെ വീഴ്ത്താൻ തന്ത്രങ്ങൾ മെനഞ്ഞു. ഉപരോധങ്ങളുടെ കോട്ടകൾ തീർത്തു. എന്നാൽ വീഴാൻ അയാൾ തയ്യാറായിരുന്നില്ല. പുടിന്റെ വിമർശകരും എതിരാളികളും ജയിലറകളിലും ആകാശത്തു വെച്ചും ഇല്ലാതായി. സാമ്രാജ്യങ്ങളുടെ വീഴ്ചകളും യുദ്ധങ്ങളും ഉപരോധങ്ങളും കണ്ട ചരിത്രം തിരുത്തിയെഴുതിയ ആ ഭരണാധികാരി തന്റെ നിലപാടുകളിൽ ഒരിഞ്ചു പോലും വിട്ടുവീഴ്ച ചെയ്യാതെ റഷ്യൻ സാമ്രാജ്യത്തിന്റെ കാവലാളായി അവിടെ ഉറച്ചു തന്നെ നിൽക്കുകയാണ്. ചരിത്രം ചിലരെ വില്ലന്മാരെന്ന് വിളിച്ചേക്കാം, ചിലരെ നായകന്മാരെന്ന് വാഴ്ത്തിയേക്കാം. എന്നാൽ ലോക ചരിത്രമുള്ള കാലത്തോളം 21ാം നൂറ്റാണ്ടിന്റെ ഗതിവിഗതികൾ നിർണയിച്ച, ചോദ്യം ചെയ്യപ്പെടാത്ത ആ റഷ്യൻ ചക്രവർത്തിയുടെ പേര് വരും തലമുറകൾ ഭയത്തോടെയും അതിശയത്തോടെയും ഓർക്കും. വ്ളാഡിമിർ വ്ളാഡിമിറോവിച്ച് പുടിൻ.